നമസ്കാരം. ന്യൂസ് മാസിൻ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയൊക്കെ ആനുകൂല്യം കാത്തിരിക്കുന്ന എല്ലാ ആളുകൾക്കും വളരെ സന്തോഷം തരുന്ന അറിയിപ്പാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കാൻ പോവുകയാണ്. സംസ്ഥാന സർക്കാർ ഇതിനു വേണ്ടിയുള്ള തുക അനുവദിച്ചിട്ടുണ്ട്. നാളെ മുതൽ ഈ ഒരു തുക അക്കൗണ്ടുകളിൽ വഴി വാങ്ങുന്ന ആളുകൾക്കൊക്കെ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആകുന്നതായിരിക്കും. 1600 രൂപയായിരിക്കും ഈ മാസം അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത്. അതായത് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ മാത്രമായിരിക്കും ഈ മാസവും എത്തിച്ചേരാൻ പോകുന്നത്. കുടിശ്ശികയുള്ള 3 മാസത്തെ പെൻഷൻ തുകയിൽ നിന്നും ഒരു മാസത്തെ പെൻഷൻ തുക കൂടി കൂട്ടിച്ചേർത്ത് 3200 രൂപ നമുക്ക് വിഷുവിനോടും അതോടൊപ്പം തന്നെ ഈസ്റ്ററിനോടുമൊക്കെ അനുബന്ധിച്ച് അടുത്ത മാസം വിതരണം ചെയ്യും എന്ന അറിയിപ്പും വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യം കാത്തിരിക്കുന്ന ആളുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വളരെ സന്തോഷകരമായ ഒരു അറിയിപ്പ് കൂടി എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, പെൻഷൻ അതായത് കേന്ദ്ര വിഹിതത്തിന് അർഹതയുള്ള ആളുകൾക്ക് പെൻഷൻ കുടിശ്ശിക ആയിരിക്കുന്ന ഒരു സാഹചര്യമാണെന്നാൽ ആ ഒരു കുടിശ്ശിക വിതരണം ചെയ്യുന്ന അറിയിപ്പല്ല വന്നിരിക്കുന്നത്. ഇപ്പോൾ PM കിസാൻ സമ്മാൻ നിധിയുടെ 19ാമത്തെ ഗഡുവായ 2000 രൂപ അക്കൗണ്ടുകളിലേക്ക് 24-ാം തീയതി മുതൽ വിതരണം ആരംഭിക്കും എന്ന അറിയിപ്പാണ് വന്നിരിക്കുന്നത്. 24-ാം തീയതിയും 25-ാം തീയതിയോടുകൂടി ഈ ഒരു വിതരണം പൂർണ്ണമാകുമെന്നും അറിയിപ്പിൽ പറയുന്നുണ്ട്. PM കിസാൻ സമ്മാൻ നിധിയുടെ 2000 രൂപയ്ക്ക് അർഹതയുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു തുക എത്തിച്ചേരുന്നതായിരിക്കും. അവർ കൃത്യമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അക്കൗണ്ട് നമ്പറിലേക്കായിരിക്കും ഈ ഒരു തുക എത്തിച്ചേരുക. പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, അക്കൗണ്ട് നമ്പർ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു തുക അവരുടെയൊക്കെ അക്കൗണ്ടുകളിലേക്ക്, അതായത് അർഹതപ്പെട്ട ആളുകളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുകയുള്ളൂ. രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അക്കൗണ്ട് നമ്പറിലേക്ക് ഈ ഒരു തുക 24-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നത്. നമുക്കറിയാം, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ഒരേ സമയം ലക്ഷക്കണക്കിന് ആളുകളുടെ അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക എത്തിക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു മാസം എന്ന് പറയുന്നത് വലിയ സന്തോഷത്തിൻ്റെ മാസം തന്നെയായിരിക്കും. അതായത് പെൻഷൻ 1600 രൂപയും PM കിസാൻ സമ്മാൻ നിധിയുടെ 2000 രൂപയും കൂട്ടിച്ചേർത്ത് 3600 രൂപയായിരിക്കും അക്കൗണ്ടുകളിലേക്ക്, ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിലേക്ക്, അതോടൊപ്പം തന്നെ PM കിസാൻ സമ്മാൻ നിധിയുടെ അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത്. ഇനിയും വീടുകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കുള്ള പെൻഷൻ വിതരണവും 2 ദിവസത്തിനുള്ളിൽ തന്നെ തുടങ്ങുമെന്നാണ് അറിയുവാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് PM കിസാൻ സമ്മാൻ നിധിയുടെ 2000 രൂപ അക്കൗണ്ടുകളിലേക്കായിരിക്കും എത്തിച്ചേരുക. അർഹതയുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും, അതായത് PM കിസാൻ സമ്മാൻ നിധിയുടെ തുകയ്ക്ക് അർഹതയുള്ള ആളുകൾക്കായിരിക്കും ഈ ഒരു തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നത്. ഇനി മുതൽ എല്ലാ മാസവും സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ വിതരണം കുടിശ്ശികയില്ലാതെ തന്നെ കൊണ്ടുപോകാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മാസവും കൃത്യമായി തന്നെ 1600 രൂപ നമ്മളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമൊക്കെ എത്തിച്ചേരും. സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണത്തിൻ്റെ എല്ലാ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുക. താങ്ക് യു.